തിരുവനന്തപുരം വർക്കലയിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് പിതാവിന് ക്രൂരമർദ്ദനം. വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചാണ് വെട്ടൂർ സ്വദേശി ജവാദിനെ 6 അംഗ സംഘം കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. 3 പേരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിലുണ്ടായിരുന്ന പണവും രേഖകളും സംഘം തട്ടിയെടുത്തതായും പരാതിയുണ്ട്. സ്വന്തന സാജു വിവരങ്ങളുമായി ചേരുകയാണ്. സ്വന്തന, ഈ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു ഈ ക്രൂരമർദ്ദനം. ഈ 6 അംഗ സംഘത്തിലെ 3 പേർ മാത്രമാണോ പിടിയിലായിട്ടുള്ളത്? ആര്യ, റീജിത്ത്, ഈ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിലാണ്. വർക്കല തന്നെയുള്ള വെട്ടൂർ സ്വദേശി ജവാദിനാണ് ഈ മക്കളുടെ മുന്നിൽ വെച്ച ഇത്തരത്തിൽ ഒരു ക്രൂര മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നിരിക്കുന്നത്. ഇദ്ദേഹം 2 മക്കളുമായി 5 വയസ്സും അതുപോലെ തന്നെ 10 വയസ്സുമുള്ള 2 മക്കളുമായി കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. പുറകിൽ നിന്ന് ഒരു ബൊലേറോ കാറിലാണ് ഈ ആക്രമികൾ എത്തിയത്. അവരാദ്യം ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഈ ജവാദും കുട്ടികളും സഞ്ചരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി. അങ്ങനെ 2 തവണ വാഹനത്തിന് മുന്നിലേക്ക് കയറുകയും പതിയെ സഞ്ചരിക്കുകയും ചെയ്തതോടെ ജവാദ് ഈ വാഹനം കുറച്ച് സ്പീഡിൽ മുന്നോട്ടേക്ക് എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഇവർ പിന്നാലെ വന്ന് ഈ ജവാദും കുട്ടികളും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് വട്ടം അവരുടെ ഈ ബൊലേറോ വാഹനം നിർത്തുകയും പുറത്തേക്ക് ഇറങ്ങി വന്ന് മർദ്ദിക്കുകയുമാണ് ചെയ്തത്. ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവർ ഈ കാറിന്റെ, ജവാദും കുട്ടികളും സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് ഇടിവള കൊണ്ട് ഇടിച്ചു തകർക്കുകയും പിന്നാലെ ജവാദിനെ പുറത്തേക്ക് വലിച്ചിട്ട് മർദ്ദിക്കുകയുമാണ് ചെയ്തത്. ഈ 2 കുഞ്ഞുങ്ങളും 5 വയസ്സും 10 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങളും നോക്കി നിൽക്കുകയാണ് അവരുടെ പിതാവിനെ ഇത്തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത്. 6 പേരാണ് ഈ ബൊലേറോ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 3 പേര്, വൈശാഖ്, അമീർ ഖാൻ, ഹിലാൽ, ഇങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ എന്തായാലും വർക്കല പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മറ്റ് 3 പേര് കൂടിയുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മർദ്ദനം നടക്കുക മാത്രമല്ല, ഈ കാറിലുണ്ടായിരുന്ന ഏതാണ്ട് 6000 രൂപയും അതുപോലെ തന്നെ ജവാദിന്റെ എമിറേറ്റ്സ് ID അടക്കമുള്ള സാധനങ്ങളും ഈ മർദ്ദിച്ച ആളുകൾ എന്തായാലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തത് തന്നെയാണോ മർദ്ദനത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിച്ചു. വിശദമായ അന്വേഷണം വേണ്ട വിഷയമാണ്. സാന്ത്വന സാജുവാണ് വിശദാംശങ്ങളുമായി നമുക്ക്